കുവൈത്തിൽ റേഷൻ ഉൽപ്പന്നങ്ങൾ മറച്ചു വിൽക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി കുവൈറ്റ് സർക്കാർ. റേഷൻ വസ്തുക്കൾ മറച്ചു വിൽക്കുന്നത് തടയാൻ പരിശോധന ശക്തമാക്കിയതോടെയാണ് നിരവധി പേരാണ് പിടിയിലായത്. രാജ്യത്തെ സ്വദേശി കുടുംബാംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്ന റേഷൻ സാധനങ്ങൾ വൻതോതിൽ മറച്ചു വിൽക്കുന്നതിനെതിരെയാണ് കർശന നടപടികളുമായി സർക്കാർ രംഗത്ത് വന്നത്. റേഷൻ വസ്തുക്കൾ വിൽക്കുന്നത് തടയാൻ പരിശോധന ശക്തമാക്കിയതോടെ നിരവധി പേരാണ് പിടിയിലായത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ പുറത്തേക്ക് കടത്തിയ റേഷൻ സാധനങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും പിടികൂടിയതായാണ് കുവൈറ്റ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാർക്കറ്റിലുള്ള സാധനങ്ങളുടെ പകുതി വിലയ്ക്ക് ഇത്തരം റേഷൻ സാധനങ്ങൾ ലഭിക്കുമെന്നതിനാലാണ് വിദേശികളടക്കമുള്ളവരെ ഇത്തരം ഇടപാടുകൾ ആകർഷിക്കുന്നത്. കുവൈത്തിൽ 1979 നിയമപ്രകാരം റേഷൻ സാധനങ്ങൾ വിൽക്കുന്നതും വാങ്ങുന്നതും ചുരുങ്ങിയത് 10 വർഷം വരെ തടവും 1000 ദിനാർ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. എന്നാൽ ഈ നിയമത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഇത്തരത്തിൽ അനധികൃത വിൽപ്പന വ്യാപകമായി നടക്കുന്നത്. അതിനാൽ തന്നെ റേഷൻ ഭക്ഷ്യവസ്തുക്കൾ മറിച്ചു വിൽക്കുന്നത് പിടികൂടാൻ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ, റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ, വാണിജ്യ മന്ത്രാലയം എന്നിവരുടെ നേതൃത്വത്തിൽ ടാസ്ക് ഫോഴ്സ് രൂപവൽക്കരിച്ചതായി അധികൃതർ അറിയിച്ചു. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.